ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം. അങ്ങനെ ചൂളം വിളിച്ച് കടന്നു വന്ന റെയിൽവേ ബജറ്റ് കേരളത്തിലെത്തിയപ്പോൾ കൂക്കി വിളിച്ച് കടന്നുപോയി. ഗുജറാത്തിന് എഞ്ചിനും ഉത്തർപ്രദേശിന് AC-യും മഹാരാഷ്ട്രയ്ക്ക് സ്ലീപ്പറും കർണാടകത്തിന് ജനറൽ കമ്പാർട്ട്മെൻറ്റും കിട്ടി. കേരളത്തിൽ വണ്ടി നിർത്തിയതേയില്ല. വളവിലൊന്ന് സ്ലോ ആയപ്പോൾ ചാടിക്കയറിയ കേരളീയർക്ക് കക്കൂസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ മലയാളം അറിയാവുന്ന സദാനന്ദ ഗൗഡ മലയാളിക്ക് സദാ ദുഃഖ ഗൗഡയായി. സോളാർ പാനലിന് വില കുറച്ചതിലൂടെ സരിത കേരളത്തിന് പൊതു ബജറ്റിലും പരിഗണന കിട്ടി. ഇനി സന്തോഷത്തോടെ കാലും നീട്ടിയിരുന്ന് കാണാം. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകവിലകത്തിലേക്ക്. അടുത്ത അരമണിക്കൂർ TV നോക്കിയിരിക്കുന്നതിൻ്റെ പേരിൽ നോക്കുകൂലി ചോദിക്കല്ലേ എന്ന് CITU കൺവീനർമാരോടും പഠിപ്പ് മുടക്കിയാലും ഇല്ലെങ്കിലും നാടകവിലകത്തിൻ്റെ പണി മുടക്കല്ലേ എന്ന് SFIക്കാരോടും അപേക്ഷ. അമരക്കാരൻ നിലത്തു വീണതോടെ വള്ളം ഉലഞ്ഞു. നടുക്കടലിൽ നട്ടം തിരിഞ്ഞു. താളം മുറിഞ്ഞു. പറഞ്ഞു വരുന്നത് നെയ്മറെക്കുറിച്ചാണ്. പാവത്താൻ വീണ് കേണ് വീട്ടിലേക്ക് പോയതോടെ ബ്രസീൽ നാഥനില്ല കളരിയായി. ആരും കയറി അടിച്ചിട്ട് പോകുന്ന അവസ്ഥ. അങ്ങനെയാണ് ജർമ്മനി കയറി നിരങ്ങിയത്. ബ്രസീൽ കണ്ണടച്ച് തുറന്നപ്പോൾ വല നിറയെ ഗോൾ. ഒരു മുന്നറിയിപ്പ്: മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയെന്ന് തോന്നിയാൽ അത് നാടകവിലകത്തിൻ്റെ കുഴപ്പമല്ല. Germany's first corner. Plenty of height on it. It's gone through. Germany score! Oh, and a mistake in defence here could let Kroos in. A chance and a second for Germany. Brazil in real trouble. They're in dire trouble now. We have a world. Germany are looking good for the final on Sunday. They're making another one here. It's 3-0. Kroos has scored not one but 2 goals in 2 minutes. His first in the World Cup finals. It's a disaster day for Brazilian football. എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ് എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ് കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന ചാകര ചാകര ചാകര. And they're here again. There's 3 forward. Khedira, Özil. They're queuing up. They're all going to score at this rate. Khedira, the wide is Khedira. Back into Lahm. Square. 6-0 it is. Muller, and they're going to have. But they might have number 7 here now. They have got 7. It's hammered in. An absolute terrific strike from Schürrle. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ പാടുണ്ടോ. ഞങ്ങളെ നാട്ടിൽ വന്നിട്ട്, ഞങ്ങളെ നാട്ടിൽ വന്നിട്ട്, ഞങ്ങളെ നാട്ടിൽ വന്നിട്ട്, ഞങ്ങളെ നാട്ടിൽ വന്നിട്ട്, ഞങ്ങളെ ചോറ് ഉണ്ടിട്ട്, ഞങ്ങളെ ചോറ് ഉണ്ടിട്ട്. ഇങ്ങനെയൊക്കെ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ പാടുണ്ടോ. 5 എണ്ണത്തിൽ നിർത്താമോ, 5 എണ്ണത്തിൽ നിർത്താമോ, 5 എണ്ണത്തിൽ നിർത്താമോ, 5 എണ്ണത്തിൽ നിർത്താമോ. ഇങ്ങനെയൊക്കെ പാടുണ്ടോ. നെയ്മറില്ല. നെയ്മർ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ ജയിക്കുക. നെയ്മറിന് തണ്ടൽ വേദനയാണ്. പിന്നെ സിൽവ ഞങ്ങളുടെ ഡിഫൻസിലെ മുത്തല്ല. സിൽവ ഇല്ലേ പിന്നെ എങ്ങനെ ഡിഫൻസ് അടിപൊളിയാവുക?
ഞങ്ങളെ മുത്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ തോൽക്കാതിരിക്കുക. സിൽവി നെയ്മർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ജയിച്ചിരുന്നു. പിന്നെ ഫ്രെഡിനും എനിക്കൊന്നും കളിക്കാൻ വയ്യ, ഹൽക്കിനൊന്നും. ഓൽക്കുണ്ടാക്കും ജലദോഷമാണ്. ജലദോഷം വെച്ചിട്ട് എങ്ങനെ ഫ്രെഡും ഹൽക്കും കളിക്കുക? ഓൽക്ക് ഓടാൻ വയ്ക്കണ്ടേ? എന്താ ജർമ്മനിക്കാരുടെ വിചാരം എന്താ? ഇതെന്താ പടിഞ്ഞാറങ്ങാടിത്തെ പാടത്ത് കളിക്കണ കളിയാ? ഇങ്ങനെ 7 ഗോളൊക്കെ അടിക്കാൻ ഒരു മാന്യന്മാരെ വേണ്ട. ഒരു ഇന്റർനാഷണൽ കളിയിൽ 6-7 ഗോളൊക്കെ അടിക്കുക. ഒരു 1, 2, 3, 4 വരെ അടിച്ച് നിർത്തിക്കൂടെ? അത് ഞങ്ങൾക്ക് എന്താ ഇതൊന്നുമില്ലേ? ഞങ്ങൾ കളിക്കാൻ വയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആക്കുക. 7 ഗോളൊക്കെ അടിച്ചിട്ട് ആൾക്കാരുടെ മാനം കെടുത്താന്. പിന്നെ മുള്ളൊരു ഗോളടിക്കുമ്പോ മുള്ളൊരു ഗോളടിക്കുന്ന സമയത്ത് ഡേവി ലൂയിസിനെ പിച്ചിക്കണു. പിന്നെ അങ്ങനെ ഓർക്ക് സങ്കടം ഉണ്ടാവൂലേ? എന്നിട്ട് വക്ക് കിട്ടുമെന്നുറപ്പായതോടെ വക്കം വെക്കമൊരു തീരുമാനമെടുത്തു: രാജിവയ്ക്കുക. കോൺഗ്രസിൽ സജീവമാകാനാണ് വക്കം പുരുഷുവിന്റെ തീരുമാനം. ഉള്ള പണി വേണ്ടെന്ന് വെച്ചതിലൂടെ പാർട്ടിക്ക് പണി ഉറപ്പായി. പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഞാനിപ്പോ ഗവർണറാണ്, പക്ഷെ ഞാനത് നാളെ രാജിവെക്കും. ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പക്ഷേട്ടാ? ഇതിനെപ്പറ്റിയൊന്നും ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഗവർണർ സ്ഥാനം വിട്ടെങ്കിലും ഞാൻ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേ ഞാൻ എന്തെങ്കിലും പറയാം. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? പാർട്ടിയിൽ ഞാൻ സജീവമായിരിക്കും, പക്ഷെ ഇലക്ഷൻ പോളിറ്റിക്സിൽ ഇനിയില്ല. എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. പാർട്ടിയിൽ ഞാൻ സജീവമായിരിക്കും. ഹിന്ദി ചന്തമുള്ള മുന്തിയ ഇനം ഭാഷയാണ്. സഭയിൽ സഭ്യമല്ലാത്ത ഭാഷ പറഞ്ഞും കേട്ടും മടുത്തപ്പോൾ ഒരു ചേഞ്ച്. ജമീല എന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി ചോദ്യം ഹിന്ദിയിൽ പൊന്തിച്ചു. മന്ത്രി ചെന്നിത്തലജിയുടെ മറുപടിയും ഹിന്ദിയിൽ. ശക്തന്റെ ശക്തമായ എതിർപ്പ് ദുർബലമാക്കി ആരാടാ അവിടെ എന്ന് ചോദിച്ച് ആര്യാടൻ തലപൊക്കി. ഒടുവിൽ ജമീല പ്രകാശത്തിന്റെ ഹിന്ദി കേട്ട് ഉമ്മച്ചൻ പോലും എഴുന്നേറ്റുപോയി. ആൾ ഇന്ത്യ വിമൻസ് പോലീസ് കോൺസ്റ്റബിൾസിന്റെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ഗവൺമെന്റിന്റെ കാലാവധിക്കുള്ളിൽ വെച്ച് തന്നെ സംസ്ഥാന പോലീസ് സേനയിലെ വനിതാ അംഗങ്ങളുടെ പ്രാതിനിധ്യം 10% ഉയർത്തിയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ദേശീയ സെമിനാറിൽ ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാവരും കേൾക്കെ പ്രസംഗിച്ചത് രാഷ്ട്രഭാഷയായ ഹിന്ദിയിലാണ്. അതുകൊണ്ട് ഞാനും എളിയ തോതിൽ ഓർമ്മിപ്പിക്കുകയാണ്. उन्होंने जो वादा किया है वो निभाना पड़ेगा. जो वादा किया था वो बिल्कुल निभाएंगे, उसमें कोई तकलीफ नहीं है. हम गुरका हम है. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സഭാ നടപടികൾ ഹിന്ദിയിൽ പറയാൻ പാടില്ല. അത് ചോദ്യം ചോദിച്ച ബഹുമാനിയായ ജമീല പ്രകാശവും ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ആകാം, ഹിന്ദിയിൽ പാടില്ല. നമ്മളെ റൂളില് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ ഇത് സംസാരിക്കാൻ രാഷ്ട്രഭാഷയാണ് സർ. ഹിന്ദി സംസാരിക്കാന്ന് റൂളിലുണ്ട്, ഇവിടെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആര്യാടൻ ശ്രദ്ധിച്ച് 305 ഇതില് ഇംഗ്ലീഷിലോ മലയാളത്തിലോ കർണാടക, തമിഴ്, ഹിന്ദി പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ചേർക്കണം. സാറ് അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ റൂൾ അനുസരിച്ചതാണ്. പക്ഷേ ആ റൂളിൽ മാറ്റം വരുത്തിയേ ഈ 4 പുറമെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതും ശരിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഹിന്ദിക്കെതിരാണ് എന്നൊരു ധ്വനി വരാൻ പാടില്ല. നമ്മൾ അങ്ങ് പറഞ്ഞത് റൂളാണ്, ആ റൂളിനെ മാനിക്കുന്നു. അപ്പം ആർക്കെങ്കിലും ഹിന്ദി വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ റൂളിൽ മാറ്റം വരുത്തിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഹിന്ദിക്കെതിരല്ല. മേ ഈസ് ഈക്വൽ ടു ഹും, തും ഈസ് ഈക്വൽ ടു ഹോ. മേൻ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. പാർട്ടിയെ നയിച്ച് ക്ഷീണിച്ചിട്ടാണോ അതോ പാർട്ടിക്കാരുടെ ആക്ഷേപങ്ങൾ ഓർത്തോർത്ത് രാത്രി ഉറക്കമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, മിസ്റ്റർ രാഹുൽ ഗാന്ധി അടുത്തിടെയായി
പകലുറക്കം പതിവാക്കി. ആ വഴിക്കാണ് ലോക്സഭയിലിരുന്ന് ഉറങ്ങിപ്പോയത്. ഉറങ്ങിയത് പോട്ടെ, ഉറക്കത്തിനിടെ ഞെട്ടി ഉണർന്ന് കൈയടിക്കുക കൂടി ചെയ്തതാണ് കൂടുതൽ കുഴപ്പമായത്. ചാച്ചിക്കോ 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 ഓ കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. രാഷ്ട്രീയക്കാരുടെ ഉറക്കം ആക്ഷേപവിധേയമാക്കുന്നത് ശരിയല്ല എന്നാണ് നാടകമേ ഉലകത്തിന്റെ പക്ഷം. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കാതെ ചെറുപ്പക്കാരനായ രാഹുൽ ഇങ്ങനെ ഉറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നി. പഠിപ്പ് മുടക്കിന് മുടക്ക് പ്രഖ്യാപിച്ചാലോ എന്നാണ് SFIയുടെ പുതിയ ചിന്ത. സമരമല്ല, സമരസപ്പെടലാണ് നല്ലതെന്ന പാർട്ടി തിരിച്ചറിവ് കുട്ടിസഖാക്കന്മാർക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. ആ നിലയ്ക്ക് SFIക്കാർ കാണാൻ ചില പിന്നാമ്പുറ കാഴ്ചകൾ. അപ്പോൾ ശക്തമായിട്ടുള്ള സമരങ്ങൾക്കായിരിക്കും വരും ദിവസം കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത് ചോരക്കളിയാണ്, ഇത് തീക്കളിയാണ്. കേരളം ചോരക്കളമാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ നിലപാട് അതല്ല. ഞങ്ങളുടെ തലയടിച്ച് കീറണം. ഈ സമരം ശക്തമായ സമരമായി മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, മാന്യമായ സമരം ചെയ്താൽ ഇവിടെ ഒന്നും നടക്കില്ല. കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ചോര വീണാലേ ഈ ഗവൺമെന്റ് തെറ്റായ നിലപാടുകളിൽ നിന്ന് പിന്മാറും. ശക്തമായിട്ടുള്ള സമരങ്ങൾക്കായിരിക്കും വരും ദിവസം കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളം ചോരക്കളമാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ നിലപാട് അതല്ല. ഞങ്ങളുടെ തലയടിച്ച് കീറണം. ഇത് ചോരക്കളിയാണ്. ഒടുവിലായി വെടിയേറ്റു മരിച്ച റോഷന് വെടിയുണ്ട കൊണ്ട പാട് പുറകുവശത്തായിരുന്നില്ല, നെറ്റിത്തടത്തിലായിരുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, മുൻപേ പോകുന്ന 4 പേർ കൺമുമ്പിൽ വെടിയേറ്റ് പിടഞ്ഞു വീഴുന്നത് കണ്ടിട്ടും പിന്തിരിഞ്ഞു പോകാൻ മനസ്സ് വരാതെ മുന്നോട്ട് കുതിച്ചു കയറിയ ഈ ധീരതയിലെ ഈ മഹാധീരത, ആ മഹാധീരതയുടെ, ഈ മാന്ത്രിക തുല്യമായ ധീരതയുടെ, ആ ധീരതയുടെ നേർക്കാണ് ഇവിടെ ഒരു രാജ്പാൽബിയുടെയും അങ്ങപ്പുറത്ത് രാധാകൃഷ്ണപിള്ളയും വെടിവെച്ചു കളിക്കുന്നത്. പിന്തിരിഞ്ഞു പോകാൻ മനസ്സ് വരാതെ മുന്നോട്ട് കുതിച്ചു കയറിയ ഈ ധീരതയിലെ ഈ മഹാധീരത, ആ മഹാധീരതയുടെ, ഈ മാന്ത്രിക തുല്യമായ ധീരതയുടെ, ആ ധീരതയുടെ നേർക്കാണ് ഒരു ദശാവതാരം ചീപ്പ് വിപ്പ് പറയുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാന്തര് കഴിച്ച് നേരെ പ്രസ് ക്ലബിലേക്ക് സമാവായമുണ്ടെങ്കിൽ എനിക്ക് നാളെ അഡ്ജസ്റ്റ്മെന്റ് വരും, മറ്റന്നാൾ അഡ്ജസ്റ്റ്മെന്റ് വരും, എനിക്ക് നാളെ അഡ്ജസ്റ്റ്മെന്റ് വരും, മറ്റന്നാൾ അഡ്ജസ്റ്റ്മെന്റ് വരും. പൊതുബജറ്റിൽ പറഞ്ഞത് പ്രകാരം മദ്യത്തിന് വില കുറയും, സിഗരറ്റിന് വില കൂടും. രണ്ടും ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രശ്നമേ ആവില്ല. സിഗരറ്റിന് വില കൂടിയതിൽ മനം നൊന്ത് 2 പെഗ് കൂടുതലടിച്ചാൽ എല്ലാം മറന്നോളും. താടി മാറി മോടി വന്നിട്ടും ജനം ഓടടാ ഓട്ടം നെട്ടോട്ടം. ഇനി അടുത്ത ആഴ്ച വരെ ഓടാതിരിക്കാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിനതാക്കം, നോക്കിനു തക്കം, ദിക്കാകെ തെറ്റി
ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലക